ചേട്ടാ, തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ അദ്ദേഹത്തിനെതിരെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, കൊന്നുകളയുമെന്ന് പറയുന്നത്. ആരാണ് സന്ദീപ് വാര്യരെ ഭയപ്പെടുന്നത്? അത് RSS അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാണോ അതോ CPM തന്നെയാണോ? അങ്ങനെ ചോദിച്ചാൽ രണ്ടു കൂട്ടരും ഭയപ്പെടുന്നുണ്ടാവും. കാരണം CPM-ന്റെ ഭയപ്പെടുന്നതിന്റെ കാര്യം എന്താ? തൃക്കരിപ്പൂർ പോലൊരു മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെയും CPM മാത്രം ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാര്യർ വന്ന് വിജയിച്ചു. സന്ദീപ് വാര്യർ കൃത്യമായി ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മുസ്ലിം ലീഗിന്റെ കൃത്യമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം എന്നേക്കുമായി നഷ്ടപ്പെടുന്നോ എന്നുള്ള ഭയം CPM-നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ സന്ദീപ് വാര്യറിനെ ശരിക്കും ഭയക്കുന്നത് സംഘപരിവാർ സംഘടനകളായിരിക്കും. കാരണം സംഘപരിവാർ സംഘടനയിൽ നിന്ന് സന്ദീപ് വാര്യർ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പൊ കാണുന്ന സന്ദീപ് വാര്യറിൽ നിന്ന് ഏറെ വ്യത്യസ്തനായി ഒരു ഹിന്ദുത്വ ആശയം മാത്രം ശക്തമായ വക്താവായി പറഞ്ഞുകൊണ്ടിരുന്ന അത് അത്തരം പ്രയോഗങ്ങൾ അടക്കം നമ്മൾ കണ്ടിരുന്ന ഒരു സന്ദീപ് വാര്യർ ഉണ്ട്. BJP-യുടെ വളരെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വക്താവായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നത്, ഏത് രീതിയിലാണ് അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നത്, ഇതെല്ലാം കൃത്യമായും വ്യക്തമായും അറിയാവുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യറാണ് ഇപ്പൊ കോൺഗ്രസിൽ ഇപ്പൊ നിൽക്കുന്നതും കോൺഗ്രസിന്റെ സജീവ മുഖമായി ഒരു ജനകീയ മുഖമായി നിൽക്കുന്നതും അതുപോലെ MLA ആയി നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സംഘപരിവാർ സംഘടനയായിരിക്കും. ഈ സംഘപരിവാർ സംഘടനയിലെ എന്താണോ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് നേർ വിപരീതമായി ഇപ്പൊ സന്ദീപ് വാര്യർ പറയുന്നതിനാണ് കയ്യടി കിട്ടുന്നത്. മതേതരത്വമാണ് അയാൾ ഇപ്പൊ പറയുന്നത്, അതിനിപ്പോ നന്നായി കയ്യടി കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇതിന് ഭയക്കുന്നതും അതിന് എതിരായി ഉന്മൂലനം എന്ന് പറയുന്ന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് സംഘപരിവാർ സംഘടനയായിരിക്കാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം വരാൻ കാരണം ഇത് വാരണാസിയിൽ നിന്നാണ് ഈ കോള് വന്നിട്ടുള്ളത്. അപ്പോൾ വാരണാസിയിൽ പോയിട്ട് ഒരാൾ കോള് വിളിക്കണമെങ്കിൽ അപ്പോൾ സംഘപരിവാർ സംഘടനകൾക്ക് വാരണാസി നമുക്കറിയാം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, പ്രധാനമന്ത്രിയുടെ മണ്ഡലം. പക്ഷെ അത്രത്തോളം ഒരു ബുദ്ധി പോകണമെങ്കിൽ അത് CPM-ൽ നിന്നാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ആവശ്യമുള്ളത് എത്ര വലിയ നുണയാണെങ്കിലും അത് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചിന്ത വരുന്നത്. കാരണം ഇതിനകത്ത് വാരണാസിയിൽ ചെന്ന് വിളിച്ചാൽ അത് സംഘപരിവാറിന്റെ തലയിലാകില്ലേ എന്ന് CPM ചിന്തിക്കാം. കാരണം CPM ആയതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഒരു സന്ദീപ് വാര്യർ തന്നെ പോലീസിന് മൊഴി കൊടുക്കുകയും കൊല്ലത്ത് നിന്നുള്ള ഒരു RSS നേതാവ് RSS പ്രവർത്തകനാകാം ഇതിന്റെ പിന്നിലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വാരണാസിയില് മറ്റേ നമ്മുടെ രാഹുൽ പറഞ്ഞ പോലെ വാരണാസി ചെന്ന് CPM-മാര് RSS-നിട്ട് പണി കൊടുത്തതും പറയാൻ കഴിയില്ല. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ RSS-ന്റെ അജണ്ട അല്ലെങ്കിൽ BJP-യുടെ അജണ്ട എന്ന് പറയുന്നത് കറിവേപ്പിലയായിരിക്കും. സന്ദീപ് വാര്യർ എങ്ങും സീറ്റില്ല. ആദ്യം തന്നെ സീറ്റ് പ്രവചിച്ച സമയത്ത് സന്ദീപ് വാര്യരിലായിരുന്നു കറിവേപ്പില, കോൺഗ്രസിലെ കറിവേപ്പില, ഇനി നിന്നെ ആവശ്യമില്ല, നിനക്ക് എല്ലാം പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പിന്നീട് രണ്ടാമത് വരുമ്പോൾ തൃക്കരിപ്പൂർ തോൽക്കാനായിട്ട് ബലി കൊടുക്കാൻ നിർത്തിയേക്കുന്നു. നീയാണ് കോൺഗ്രസിന്റെ ബലിയാട്, നിനക്കിനി ഭാവിയില്ല, നീ ഇതോടെ തീർന്നു എന്ന് പറയുന്ന സംഘപരിവാർ പിന്നീട് MLA ആകുന്നു. MLA ആകുമ്പോഴും നിന്നെ MLA മാത്രമേ ആകത്തുള്ളൂ, മന്ത്രി ഒന്നും ആക്കത്തില്ല, നീ ഇതോടെ തീർന്നു, MLA ആയിട്ട് അവിടെ ഒതുങ്ങി കൂടും എന്ന് പറയുന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സംഘപരിവാർ സംഘങ്ങൾ BJP ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും സന്ദീപ് വാര്യരുടെ അടുത്ത നീക്കം? അടുത്ത നീക്കം എന്ന് പറയുമ്പോൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് സംഘപരിവാറിനകത്തുള്ള അസംതൃപ്തർക്ക് അല്ലെങ്കിൽ അതേപോലെ വർഗീയ പ്രചരണം മാത്രം നടത്തുന്നതിൽ മനമെടുത്ത് നിൽക്കുന്ന ചെറിയൊരു വിഭാഗത്തിനെങ്കിലുമുള്ള ഒരു വാതിലാണ് സന്ദീപ് വാര്യർ. കാരണം കൃത്യമായി അസംതൃപ്തരെ അറിയാവുന്നവരും കൃത്യമായി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നുള്ളിക്കൊണ്ടുവരാൻ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. ഏത് ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതെന്ന് ആലോചിക്കുക. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ അതിനിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. BJP അവിടെ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്. അതിന്റെ ഫലം കൃത്യമായി കണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉജ്ജ്വല വിജയം, ചരിത്ര ഭൂരിപക്ഷത്തിലുള്ള വിജയമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന കോൺഗ്രസിന്റെ ഒരു വക്താവായി, ചിലപ്പോൾ വർഷങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതൽ വ്യക്തതയോടെ ആ രാഷ്ട്രീയം പറയുന്ന സന്ദീപ് വാര്യർ അത് പറയുന്ന കാര്യങ്ങൾ അതാണ്. അതിനകത്തുണ്ടാവുന്ന ഒരു വലിയ ഒരു അപകടം RSS-ന് മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ കാലത്തും ഈ വർഗീയത മാത്രം പറഞ്ഞ് ആരെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്ത്. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു പ്രമുഖനായ നേതാവ് ഇത് മാത്രം പറഞ്ഞിരുന്ന ഒരു നേതാവ് ഇത് തെറ്റാണെന്ന് ചിന്തിച്ചു.
ആ ചിന്തയിലേക്ക് കൂടുതൽ അണികൾ എത്താതിരിക്കേണ്ടത് RSSന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ സംതൃപ്തരായ നേതാക്കൾ എത്തേണ്ടത് RSSന്റെ ആവശ്യമാണ്, അങ്ങനെ ചിന്തിക്കാതിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദീപ് വാര്യറിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതും മുമ്പ് BJP-യിലായിരുന്ന സമയത്ത് കെട്ടിയിട്ട് തല്ലിയതും അങ്ങനെയുള്ള പഴയ കഥകൾ കുത്തിപ്പൊക്കാൻ നോക്കുന്നതും ഈ പ്രചരണം നടത്തുന്നത്. ഇപ്പൊ ഒന്നും ആയില്ല എന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ നേരെ മറിച്ച് BJP-യിലാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ MLA ആവുമായിരുന്നു? ഇല്ല. പഴയ സന്ദീപ് വാര്യർ തന്നെയായിരുന്നു. ചാനലിൽ ചെന്ന് ഗാന്ധിജിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് ഒന്ന് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു സന്ദീപ് വാര്യർ. അയാൾക്ക് ആ രാഷ്ട്രീയം തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു തിരുത്തലിന്റെ ബാധ വന്നു. കോൺഗ്രസ് ഒരു വെല്ലുവിളിയായിട്ടാണ് ആ തൃക്കരിപ്പൂർ സീറ്റ് കൊടുത്തത്. കോൺഗ്രസ് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിജയം കോൺഗ്രസ് കണക്കൂട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്ന് സന്ദീപ് വാര്യർ കൃത്യമായി പ്രവർത്തിച്ചു. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പിന്തുണ. അതാണ് നമ്മൾ നോക്കേണ്ടത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ എത്രത്തോളം മതനിരപേക്ഷയായി ചിന്തിക്കുന്നു, മതേതരത്വം ചിന്തിക്കുന്നു എന്ന് ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്തതും മുന്നിൽ പോയതും. കോൺഗ്രസ്സുകാരുണ്ടാവാം, അദ്ദേഹം പാണക്കാട് വീട്ടിലേക്കാണ് പോയത്. ആദ്യം തന്നെ അവിടെ തന്നെ പോയി കാണുന്നു. അതുമാത്രം അന്ന് ഇലക്ഷന്റെ ഓരോ മെക്കാനിസം റൺ ചെയ്യാൻ മുസ്ലിം ലീഗ് കൃത്യമായി അവിടെ ഇടപെടുന്നു. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിലുണ്ടായ മാറ്റം. വളരെ പെട്ടെന്ന് അയാൾ ഒരു സെക്യുലർ ചിന്തയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി എമർജ് ചെയ്തു. ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് കിട്ടിയ സീറ്റിൽ പോയി മത്സരിക്കുന്നു. അന്ന് എന്തൊക്കെയായിരുന്നു SFIക്കാർ ഒരു കോളേജ് ചെന്നപ്പോൾ മർദ്ദിച്ചോടിക്കുകയാണ് ചെയ്തത്. ആ രീതിയിലാണ് CPM-ന്റെ അവിടുത്തെ അപ്രമാദിതമായിരുന്നത്. അതിനെ തകർത്താണ് സന്ദീപ് വാര്യർ ജയിച്ചത്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ ജയിച്ച് MLA ആവുന്നു. രാഷ്ട്രീയത്തിൽ കൂടുതൽ തിളങ്ങുമ്പോൾ RSSകാർക്ക് ഒരു പേടി ഉണ്ടാവാം, ഞങ്ങളുടെ അണികളിൽ ഇനിയുണ്ടല്ലോ ആൾക്കാർ, അവർ പോകുമെന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടാവാം. BJP-യിലും അതേപോലെ തന്നെയാണ്. കാരണം നമ്മളിപ്പോ 3 സീറ്റ് നേടി എന്ന് പറയുന്നു, ബാക്കി 137 സീറ്റിൽ തോറ്റിട്ടുണ്ട് BJP മുന്നണി. അപ്പൊ അവിടെ എല്ലാ അസംതൃപ്തരും ഉണ്ടാവാം. അവർക്കൊരു വലിയ അവസരമാണ് സന്ദീപ് വാര്യർ. ഇപ്രാവശ്യവും വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഈ 2020-ക്ക് ഇത്രയും വലിയ സീറ്റുകൾ കൊടുത്തത്? ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ എന്തുകൊണ്ട് 2020-ക്ക് വിട്ടുകൊടുത്തത്? അത് വലിയൊരു ചോദ്യമായിരുന്നു. ഇവര് വലിയ ഇലക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന 2020 ഒന്നും അല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ, അയാൾ ഒരു പ്രസംഗത്തിൽ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന മുഴുവൻ ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJP-ക്ക് വേണ്ടി പണിയെടുത്തിരുന്ന കാലത്ത് സന്ദീപ് വാര്യറിനെ കണ്ടുകൊണ്ട്, ആ മുഖം കണ്ടുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വന്ന ആളുകളുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ BJP-ക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ വന്ന് മാധ്യമങ്ങൾ അതായത് ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറി. അത് BJP-ക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതലും ശക്തനായിട്ട് വരാൻ പോകുന്ന ഒരാൾ സന്ദീപ് വാര്യർ തന്നെയായിരിക്കും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള നേതാവായിട്ട് അദ്ദേഹം മാറുമെന്നുള്ളൊരു തർക്കമില്ല.